വളരെ നാളത്തെ സ്വപ്നങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ആഗ്ര ഫോർട്ട് സന്ദർശിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ബസ്സിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഏകദേശം 3 മണിക്കൂർ എടുത്തു ഡൽഹിയിൽ നിന്ന് ആഗ്രയ്ക്ക് എത്തുവാനായിട്ട്. ഏകദേശം ഒരു 11 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ആഗ്രയിലെത്തുകയുണ്ടായി. ബസ് ഇറങ്ങി ഞങ്ങൾ ആഗ്ര ഫോർട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസിലേക്കുള്ള യാത്രയിലാണ് ഞാനും ലിസിയും. ലിസി എന്നേക്കാൾ മുമ്പ് നടന്നു പോവുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൾ സന്തോഷത്തിലാണ്. മുൻപ് ഡൽഹി സന്ദർശിച്ച സമയത്ത് ഞങ്ങൾക്ക് ആഗ്ര സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവളുടെ വലിയൊരു സ്വപ്നമായിരുന്നു താജ്മഹൽ കാണണമെന്നുള്ളത്. ആ സ്വപ്നം പോവുകയാണ് ചെയ്യുന്നത് ഏകദേശം 27 വർഷങ്ങൾക്ക് ശേഷമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആ വർഷമായിരുന്നു ഞങ്ങൾ ഡൽഹി സന്ദർശിച്ചിരുന്നത്. അതിനുശേഷം 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഡൽഹി വീണ്ടും സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടിയത്. അതേ തുടർന്ന് ആഗ്രയിലെ താജ്മഹലും ആഗ്ര ഫോർട്ടും കാണണമെന്നുള്ള അതിയായ മോഹത്താലാണ് ഞങ്ങൾ ആഗ്ര ഫോർട്ട് ഇപ്പോൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയൊരു ക്യൂ ഉണ്ട് ആഗ്ര ഫോർട്ട് സന്ദർശിക്കാനായിട്ട്. ഇന്നൊരു ഇടദിവസമായിട്ട് പോലും ധാരാളം വിനോദസഞ്ചാരികൾ, അത് ഫോറിനേഴ്സായിട്ടും ഇന്ത്യൻ വിദേശികളായിട്ടും ധാരാളം പേർ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആഗ്രയിലേക്ക് കടക്കുവാനുള്ള ആ ക്യൂവിലാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മെയിൻ എൻട്രൻസിൽ ചെക്കിംഗ് ഉണ്ട്. ആ സമയത്ത് നമ്മളുടെ കയ്യിൽ ബാഗുകളോ മറ്റോ കാര്യങ്ങൾ പാടില്ല. നമുക്ക് മൊബൈൽ ഫോൺ അതുപോലെ ചെറിയ പേഴ്സുകൾ ഉപയോഗിക്കാം. ബാക്കി വലിയ ബാഗുകളൊക്കെ അവിടെ ഈ കവാടത്തിന് ഉള്ള ആ ലൈനിന് സ്റ്റാർട്ടിങ് ഭാഗത്തായിട്ട് ഒരു ക്ലോക്ക് റൂമുണ്ട്. അവിടെ നമ്മളത് ഏൽപ്പിക്കണം. ഫ്രീ ആണ് ക്ലോക്ക് റൂമിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നത്, പക്ഷെ അത് സൂക്ഷിച്ചിരിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ മൊബൈൽ സെൽഫി സ്റ്റിക്കോ അതുപോലെ ഗോപ്രോയുടെ മൊബൈൽ സ്റ്റാൻഡോ ഉണ്ടെങ്കിൽ അതിന് ഉള്ളിലുള്ള ആ ട്രൈപോഡ് അത് പ്രത്യേകം ഊരി നമ്മൾ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കണം. എനിക്കൊരു പ്രശ്നം പറ്റി. ഞാൻ ഗോപ്രോ കൊണ്ടുപോയിരുന്നു. പക്ഷേ മെയിൻ ചെക്കിംഗ് സ്ഥലത്ത് വെച്ച് സെക്യൂരിറ്റിക്കാർ അത് ഊരി ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ക്ലോക്ക് റൂമിലേക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഞാൻ ഓടിപ്പോയി ക്ലോക്ക് റൂമിൽ കൊടുത്തതിന് ശേഷമാണ് എനിക്ക് പ്രവേശനം കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മെയിൻ കാര്യം അത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും വെയിൽ കൊണ്ട് നമ്മൾ ഒരു 1/4 മണിക്കൂറോളം വെയിൽ കൊണ്ട് നമുക്ക് ആ ക്യൂവിൽ നിൽക്കേണ്ടതുണ്ട്. അത്രയധികം ജനങ്ങളാണ് ഓരോ ദിവസവും അവിടെ പ്രവേശിക്കുന്നത്. അതിനാൽ നമ്മൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു മെയിൻ ടൂർ ഗൈഡിനെ അവർ വിട്ടുതരും. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൂർ ഗൈഡിൻ്റെ കൂടെ നമ്മൾ കൂടിയാലും മതി. അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ പൈസ ചിലവൊന്നുമില്ല. ആഗ്ര ഫോർട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധാരണ ഇന്ത്യൻ സിറ്റിസന് 35 രൂപയും 15 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ സൗജന്യമാണ്. ഫോറിനേഴ്സിന് 550 രൂപയാണ് ആഗ്ര ഫോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രവേശന ഫീസ്. വലിയൊരു റെഡ് സാൻഡ് സ്റ്റോണിൻ്റെ നിർമ്മിതിയാണ് ആഗ്ര ഫോർട്ട്. ഷാജഹാൻ അതുപോലെ അക്ബർ തുടങ്ങിയ മുഗൾ രാജവംശക്കാരാണ് ഇതിൻ്റെ ഭൂരിഭാഗം കാലവും ഇവിടെ ഭരിച്ചിരുന്നത്. ആഗ്ര ഫോർട്ട് മുഗൾ രാജവംശത്തിൻ്റെ വലിയൊരു ചരിത്ര സംഭവമാണ്. യുനെസ്കോ വേൾഡ് പൈതൃകത്തിൽപ്പെട്ടതാണ് ആഗ്ര ഫോർട്ട്. ആഗ്ര ഫോർട്ട് അറിയപ്പെടുന്നത് റെഡ് ഫോർട്ട് അഥവാ ലാൽ കില എന്ന് തന്നെയാണ്. കാരണം അതിൻ്റെ റെഡ് സാൻഡ് സ്റ്റോൺ നിർമ്മിതി തന്നെ. 1565 അക്ബറാണ് ഇത് നിർമ്മിച്ചത്. അന്ന് അദ്ദേഹം മുഗൾ രാജവംശത്തിൻ്റെ ചക്രവർത്തിയാണ്. ആദ്യകാലത്ത് കോട്ട അറിയപ്പെട്ടിരുന്നത് കില ഇ അക്ബറി എന്നായിരുന്നു.
ഇൻഡോ ഇസ്ലാമിക് അക്ബറി ആർക്കിടെക്ചറാണ് ഇതിൻ്റെ സവിശേഷത. അക്ബറിൻ്റെ പൗത്രനായ ഷാജഹാൻ ചില ഭാഗങ്ങൾ തകർത്ത് കളഞ്ഞു. അതിനുശേഷം പുതുതായി വെള്ള മാർബിളിനാൽ നിർമ്മിക്കുകയും ചെയ്തു. 1638 വരെ ഈ കോട്ട മുഗൾ രാജവംശത്തിൻ്റെ പ്രൗഢിയായി നിലനിന്നു. പിന്നീട് ഈ രാജകുടുംബം ഡൽഹിയിലുള്ള ഷാജഹാനാബാദ് സിറ്റിയിലുള്ള റെഡ് ഫോർട്ടിലേക്ക് മാറി. അങ്ങനെയാണ് ഓൾഡ് ഡൽഹി രൂപപ്പെടുന്നത്. താജ്മഹലിന് ഏകദേശം 2.5 കിലോമീറ്റർ മാറിയാണ് ആഗ്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതും യമുന നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2.5 കിലോമീറ്റർ വിസ്തൃതിയിൽ 20 മീറ്റർ ഉയരത്തിലാണ് ആഗ്ര ഫോർട്ടിൻ്റെ മതിലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കോട്ട വലിയ മതിലിനാൽ ചുറ്റപ്പെട്ട അനേകം നിർമ്മിതികളുടെ കൂട്ടമാണ്. പല ഭരണാധികാരികളും പലതും തകർക്കുകയും പുതുതായി നിർമ്മിക്കപ്പെടുകയും ചെയ്ത കോട്ടയാണ് ആഗ്ര ഫോർട്ട്. കോട്ടയ്ക്ക് 4 ഗേറ്റുകളാണുള്ളത്. അതിൽ 2 മെയിൻ ഗേറ്റുകൾ, ഒന്ന് ഡൽഹി ഗേറ്റ്, മറ്റൊന്ന് ലാഹോർ ഗേറ്റ്. ഡൽഹി ഗേറ്റ് അക്ബറിൻ്റെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ഇന്നത് ഇന്ത്യൻ ആർമിയുടെ കൈകളിലാണ്. ലാഹോർ ഗേറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് അമർ സിംഗ് ഗേറ്റ് എന്നാണ്. ഇതാണ് ആഗ്ര ഫോർട്ടിലേക്കുള്ള പ്രവേശന കവാടമായി ഉപയോഗിക്കുന്നത്. ആഗ്ര ഫോർട്ട് അനേകം ഭരണാധികാരികളാൽ കീഴടക്കപ്പെട്ട് ഭരിച്ച കോട്ടയാണ്. ഇബ്രാഹിം ലോധിയെ കീഴടക്കി 1526 ബാബർ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ഷേർ ഷാ സൂരി 1540 ഹുമയൂണിനെ പരാജയപ്പെടുത്തി. 15 വർഷങ്ങൾക്ക് ശേഷം 1555 സുർ രാജവംശം കോട്ട പിടിച്ചടക്കിയെങ്കിലും അക്ബർ അതിനകം താമസിയാതെ സുർ രാജവംശത്തിൽ നിന്നും കോട്ട തിരിച്ചു പിടിച്ചു. എന്നാൽ കോട്ടയുടെ പല ഭാഗങ്ങളും തകർക്കപ്പെടുകയുണ്ടായി. 1556 അക്ബർ റെഡ് സാൻഡ് സ്റ്റോണിനാൽ പുനർനിർമ്മിച്ചു. ഷാജഹാൻ്റെ മരണശേഷം ആഗ്ര ഫോർട്ട് മറാഠ ഭരണാധികൾ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ കോട്ട കൈയടക്കി. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ബ്രിട്ടീഷുകാർ ആഗ്ര ഫോർട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കൈമാറുകയാണ് ഉണ്ടായത്. ആഗ്ര ഫോർട്ടിൻ്റെ നിർമ്മാണ രീതി. കോട്ടയിൽ 2 ഹാളുകളാണ് മെയിനായിട്ടുള്ളത്. ദിവാൻ ഇ ആം, അവിടെയാണ് ഷാജഹാൻ പൊതുജനങ്ങളെ കണ്ടിരുന്നത്. ദിവാൻ ഇ ഖാസ് രാജഭരണത്തിൻ്റെ ഫോർമാറ്റേഴ്സിന് വേണ്ടിയാണ് ഈ പാലസ് ഉപയോഗിച്ചിരുന്നത്. ദിവാൻ ഇ ഖാസിന് അടുത്തായി നാഗിന മസ്ജിദ്, അവിടെയാണ് രാജകീയ സ്ത്രീരത്നങ്ങൾ താമസിച്ചിരുന്നത്. ദിവാൻ ഈ ഖാസ് ഒരിക്കൽ ഷാജഹാൻ്റെ പൊൻകിരീടത്തിലുള്ള കോഹിനൂർ രത്നത്താൽ പ്രസിദ്ധമായിരുന്നു. ഫോർട്ടിലെ ഏറ്റവും സവിശേഷമായ മറ്റൊന്ന് ശീഷ് മഹൽ ആണ്. അതായത് കണ്ണാടിയുടെ പാലസ്. അത് കണ്ണാടികളാൽ നിർമ്മിച്ച ഒരു മഹലാണ്. അതിനുള്ള കണ്ണാടികൾ സിറിയയിൽ നിന്നാണ് കൊണ്ടുവന്നത്. മിറർ പാലസിൻ്റെ പ്രത്യേകത, അത് പ്രകാശത്തെ പലതരത്തിൽ പ്രതിബിംബിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു അത്ഭുത നിർമ്മിതിയായിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. കാസ് മഹലിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് മോസ്മൻ ബുർജ്, വെള്ള മാർബിൾ ടവർ ഉള്ള ഇവിടെയാണ് ഷാജഹാൻ്റെ അവസാന നാളുകളിൽ 1666 വരെ ജീവിച്ചിരുന്നത്. ഈ പാലസിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ ഷാജഹാന് അങ്ങകലെയുള്ള താജ്മഹൽ കാണാമായിരുന്നു. ഒരു നല്ലൊരു പൂന്തോട്ടമില്ലാത്ത ഒരു മുഗൾ നിർമ്മിതിയും ഉണ്ടായിട്ടില്ല. അങ്കുരി ബാഗ് എന്ന ഒരു വലിയ പൂന്തോട്ടം ആഗ്ര ഫോർട്ടിന് സ്വന്തമാണ്. ജോലിക്കാരാൽ 8 വർഷം വേണ്ടിവന്നു ആഗ്ര ഫോർട്ട് നിർമ്മിക്കാൻ. രാജസ്ഥാനിലെ ധോൾപൂരിൽ നിന്നാണ് കോട്ട നിർമ്മിക്കുന്നതിനുള്ള റെഡ് സ്റ്റോൺ കൊണ്ടുവന്നത്. റോയൽ ചേംബറിൻ്റെ ഭിത്തികൾ പൊള്ളയായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിലൂടെ ജലം ഒഴുക്കിവിടുകയായിരുന്നു. അത് പാലസിനകത്ത് തണുപ്പ് നിലനിർത്താൻ സഹായമാകുന്ന ഒരു വിദ്യയായിരുന്നു. ഷാജഹാൻ തൻ്റെ അവസാന വർഷങ്ങൾ പുത്രനായ ഔറംഗസേബിൻ്റെ തടവറയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ആഗ്ര ഫോർട്ടിൽ അനേകം രഹസ്യ അറകളും ഇടനാഴികളും ഉള്ളതായി പറയപ്പെടുന്നു. ആഗ്ര ഫോർട്ട് കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കാണികൾക്ക് പ്രവേശനം. ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളായ താജ്മഹൽ, മെഹ്താബ് ബാഗ്,
ഇത്മദ് ഉദ് ദൗല, അക്ബറുടെ ചൗകുടീരം എന്നിവ കാണാം. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ആഗ്ര ഫോർട്ടിൽ സന്ദർശിക്കാനുള്ള ഏറ്റവും നല്ല സമയം. ആഗ്ര ഫോർട്ട് യമുന നദിയുടെ കരയിൽ താജ്മഹലിൽ നിന്നും 2.5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. ആഗ്ര ഫോർട്ടിൻ്റെ വിലാസം: ആഗ്ര ഫോർട്ട്, രകബ്ഗഞ്ച്, ആഗ്ര, ഉത്തർപ്രദേശ് 282003. ആഗ്ര ഫോർട്ട് എല്ലാ ദിവസവും കാണികൾക്ക് പ്രവേശനമുണ്ട്. എന്നാൽ താജ്മഹലിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒഴിവ് ദിവസമാണ്. ഇനി നമുക്ക് ആഗ്ര ഫോർട്ടിലേക്ക് ഡൽഹിയിൽ നിന്നും വരുവാനായിട്ട് 230 കിലോമീറ്റർ ദൂരമാണ് ആഗ്ര ഫോർട്ടിലേക്കുള്ളത്. യമുന എക്സ്പ്രസ് എന്ന 6 വരി പാതയിലൂടെ ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താനാവും. ആഗ്ര എയർപോർട്ട് ഇന്ത്യൻ ആർമിയുടെ എയർബേസ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും പൊതുഗതാഗതത്തിനും തുറന്നു കൊടുത്തിട്ടുണ്ട്. ആഗ്ര സിവിൽ അഥവാ കെരിയ എയർപോർട്ട് അത് സിറ്റിയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. മണ്ടോളയാണ് ആഗ്ര ഫോർട്ടിനടുത്തുള്ള ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. ഇത് ആഗ്ര ഫോർട്ടിന് 2 കിലോമീറ്റർ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ആഗ്ര കണ്ടോൺമെൻ്റ് ആണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ. അത് 5 കിലോമീറ്റർ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈദ്ഗാ ബസ് സ്റ്റാൻഡ് 4 കിലോമീറ്റർ ആഗ്ര ഫോർട്ടിന് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഡൽഹിയിലേക്കോ ജയ്പൂർ, കാൺപൂർ, ലക്നൗ എന്നിവിടങ്ങളിലേക്ക് ഡീലക്സ്, സെമി ഡീലക്സ്, വോൾവോ, സ്ലീപ്പർ വോൾവോ, സാധാരണ ബസ്സുകൾ എന്നിവയെല്ലാം ലഭിക്കും. 2020 ആഗ്ര മെട്രോ റെയിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ആഗ്ര സന്ദർശിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് 35 രൂപ, ഫോറിനേഴ്സിന് 550 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ഇവിടെ പ്രവേശിക്കാവുന്നതാണ്. ഇതാണ് ആഗ്ര ഫോർട്ടിനുള്ളിലെ ഏറ്റവും വലിയ പൂന്തോട്ടം. വളരെ വലിയൊരു നിർമ്മിതി തന്നെയാണ് ഇത്. पूरा घूम के उधर से निकलेंगे, सामने वाले गेट से लौटते समय आपको टॉयलेट बाथरूम का दिखा लगेंगे. ठीक है, चलिए. ഇനി അല്പം എൻ്റെ ടൂർ ഗൈഡിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം കാര്യങ്ങൾ നന്നായി വിസ്തരിച്ച് പറയുന്നുണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയതിനാൽ അദ്ദേഹം ഹിന്ദിയിലാണ് കൂടുതലും വിസ്തരിച്ചിരുന്നത്. നല്ല മനോഹരമായ പൂന്തോട്ടം, അത് വളരെ ഭംഗിയായിട്ട് പരിപാലിക്കുന്നുമുണ്ട്. ദിനം പ്രതി എന്നോണം 10,000-കണക്കിന് സന്ദർശകരാണ് ഓരോ നിമിഷവും ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ആഗ്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അവിടുത്തെ ക്ലീനിങ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ജോലിക്കാരെ നമുക്ക് സമ്മതിക്കാതെ വയ്യ. എൻ്റെ ടൂർ ഗൈഡ് വളരെ ചുറുചുറുക്കുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എല്ലാവരെയും 1 മണിക്കൂറാണ് ഈ ഫോർട്ട് സന്ദർശിക്കാനുള്ള സമയം അദ്ദേഹം നിജപ്പെടുത്തിയിട്ടുള്ളത്. അതിനുള്ളിൽ ഈ ഫോർട്ട് കാണണമെങ്കിൽ താൻ പറയുന്നത് പോലെ തന്നോടൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ഫോർട്ട് മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനുള്ള സമയം ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗം പോലും കാണാൻ പറ്റുകയില്ല. 1 മണിക്കൂറാണ് നമുക്ക് ഇവിടെ സന്ദർശിക്കാനുള്ള സമയം. 1 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ വന്ന ബസ് താജ്മഹലിലേക്ക് പുറപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കുകളെ അനുസരിക്കുക. നിങ്ങൾക്ക് പലർക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയ അനേകം പ്ലേസുകൾ ഇവിടെയുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. നിങ്ങൾ ആദ്യം എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കേണ്ട സമയമെല്ലാം ഞാൻ നിങ്ങൾക്ക് നിജപ്പെടുത്തി തരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ये वाइट वाला स्पेस क्रॉस करके कोई भी इधर उधर नहीं जाएगा अकेला. डू नॉट गो अलोन एनीवेयर. പലരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ കിട്ടിയ താപം മുതലാക്കി സെൽഫി എടുക്കാനും और जो लोग इंटरेस्टेड തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പ്രത്യേകം വിളിച്ച് കൂട്ടുന്നുമുണ്ട്. बस पे फोटो का डिलीवरी ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ്. കാരണം 6x8 അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. അദ്ദേഹം പറയുന്നതനുസരിച്ച് പോയാലേ നമുക്ക് എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുകയുള്ളൂ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ഭാഗങ്ങളും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞാനും ഭാര്യയും അവിടെ നിന്നു. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് പരിമിതികളുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം ഫോട്ടോകളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുമുണ്ട്. അത്ര മനോഹരമായ നിർമ്മിതിയാണ്. 4000 ജോലിക്കാർ 8 വർഷം കൊണ്ടാണ് ഈ കോട്ടയ്ക്കുള്ളിലുള്ള ഈ പാലസുകളും നിർമ്മിച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാഹുല്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. റെഡ് സാൻഡ് സ്റ്റോൺ അത് രാജസ്ഥാനിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ ആലോചിക്കുന്നത് അന്ന് കാലത്ത് ഇത്രയും അകലെ നിന്ന് ഈ വക നിർമ്മിതിക്കുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരാനുള്ള അന്ന് കാലത്ത് ആ വൈവിധ്യം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. കാളവണ്ടി, കുതിരവണ്ടി, ആനവണ്ടി എന്നിവയുടെ സഹായത്തോടെ ഇത്രയും അകലെ നിന്ന് ഇവിടേക്ക് വേണ്ടുന്ന റെഡ് സാൻഡ് സ്റ്റോൺ, എൻ്റെ നാവ് ചിലപ്പോൾ പിഴയ്ക്കുന്നുണ്ട്, ക്ഷമിക്കണം. ചില വാക്കുകൾ അങ്ങനെയാണല്ലോ. റെഡ് സാൻഡ് സ്റ്റോൺ, പിന്നെ മാർബിളുകൾ, ഇതൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഖനനം ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അന്ന് കാലത്ത് ആ ജനങ്ങളുടെ അർപ്പണ മനോഭാവം, ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് നിവർത്തിക്കുകയേ തരമുള്ളൂ. അതാണ് അന്ന് കാലത്തെ സ്ഥിതി. പലപ്പോഴും ഞാൻ അന്ന് കാലത്തെ ആ ജനങ്ങളുടെ ആ ഒരു എന്താ പറയുക, സ്വാതന്ത്ര്യമില്ലായ്മ, ഇതാണ് മൊത്തം ബുർജ്. ഇതൊരു ശവകുടീരമാണ്. അതിൻ്റെ ആ കലാചാരിതൊന്ന് നോക്കി നിന്ന് പോകും. എത്ര നാളത്തെ അധ്വാനം കൊണ്ടായിരിക്കും ഈ കലാചാരിതയിൽ ഈ പാലസ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഇന്ന് കാലത്ത് ഇത് നമുക്ക് വളരെ എളുപ്പം ഒരു പക്ഷേ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അന്ന് കാലത്തെ ആ നിർമ്മിതിയുടെ ആ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള ആ നിർമ്മാണം, അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാനായിട്ട് തിരക്ക് കൂട്ടുന്നുണ്ട്. നല്ലൊരു ഫോട്ടോ ഷൂട്ടിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം. ധാരാളം ജാലകങ്ങളെ പോലുള്ള ഭിത്തി, ആ ഭിത്തിയുടെ ആ ഒരു ഭംഗി അത് ആസ്വദിച്ചുകൊണ്ട് ലിസി കുറച്ച് നേരം അവിടെ നോക്കി നിന്നതിന് ശേഷം എനിക്ക് വേണ്ടി ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു. എത്രമായ നിർമ്മിതികളാണ്. നിങ്ങൾ ദില്ലി സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉത്തർപ്രദേശിലുള്ള ഈ ആഗ്ര ഫോർട്ട്, താജ്മഹൽ സന്ദർശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം നിർമ്മിതികൾ കണ്ടിരിക്കണം. ചില ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ പോകുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നത് എത്രമാത്രം ആളുകൾ ഈ ഇടവഴിയിലൂടെ
സന്ദർശിച്ചിട്ടുണ്ടാവും, യാത്ര ചെയ്തിട്ടുണ്ടാവും. ഏതെല്ലാം തരത്തിലുള്ള ജനങ്ങൾ, അവരിൽ രാജാവിൻ്റെ പ്രധാനികൾ മുതൽ തടവു പുള്ളികൾ വരെ ഉണ്ടാകാം. ഈ ഓരോ പാലസിനും വലിയൊരു ചരിത്രത്തിൻ്റെ കഥ പറയാനുണ്ട്. ഈ ഓരോ ഭിത്തിക്കും വലിയൊരു ചരിത്രത്തിൻ്റെ ഒരു കഥ പറയാൻ ഉണ്ട്. ഞാൻ അന്നേരം അതാണ് ചിന്തിച്ചത്. ഈ ഭിത്തികൾ കണ്ടും മറന്നു പോയിട്ടുള്ള അനേകം ചരിത്രങ്ങൾ, വ്യക്തികൾ, രാജഭരണത്തിൻ്റെ ആ പ്രൗഢമായ മാസ്മരികമായ ദിനങ്ങൾ, തളർച്ചയുടെ വീഴ്ചയുടെ ദിനങ്ങൾ, അതെല്ലാം ഈ ചുമരുകൾക്ക്, ആ ചരിത്രങ്ങളെല്ലാം സ്വന്തം എന്ന് പറയാതെ വയ്യ. ഞങ്ങൾ മുകൾ ഭാഗത്തേക്ക് പ്രവേശിച്ചു. പിന്നെ വളരെ വിശാലമായ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങൾ വന്നത്. നിരവധി പാലസുകൾ ഇതിനകത്തുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളത്. 2 മെയിൻ പാലസുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇത് മീന മസ്ജിദ്. മുഗൾ രാജവംശം മുസ്ലിം അധിഷ്ഠിതമായ ഒരു രാജഭരണാധികാരമായിരുന്നു കൈയാളിയിരുന്നത്. അതുകൊണ്ടായിരിക്കണം ധാരാളം മസ്ജിദുകൾ കോട്ടയ്ക്കുള്ളിൽ അവർ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇത് മെയിൻ ഹാളിൽ നിന്നുള്ള ഒരു പൂന്തോട്ടത്തിൻ്റെ ഒരു വ്യൂ ആണ്. എത്ര മനോഹരമായ പ്രൗഢഗംഭീരമായ ഒരു പൂന്തോട്ടം. എനിക്ക് തോന്നുന്നു 10,000-കണക്കിന് ആൾക്കാർക്ക് അവിടെ സമ്മേളിക്കാനുള്ള സ്ഥലമുണ്ട്. അത്രയും വിസ്തൃതിയിലാണ് ആ പൂന്തോട്ടം. ആഗ്ര ഫോർട്ടിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും അതൊരു ഫോട്ടോ പോയിൻ്റാണ്. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ധാരാളം ടൂറിസ്റ്റുകൾ തങ്ങളുടെ ഫോട്ടോ ക്യാമറയിൽ പതിക്കാനുള്ള ശ്രമത്തിലാണ്. ഓരോ നിമിഷങ്ങളും ജീവനുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പലരും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത്. അതിന് സ്വദേശികളെന്നോ വിദേശികളെന്നോ യാതൊരു മാറ്റവുമില്ല, യാതൊരു വലിപ്പച്ചെറുപ്പങ്ങളുമില്ല, യാതൊരു പ്രായഭേദവുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും ഈ കോട്ടയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ യൗവനക്കാരായി മാറുന്ന ഒരു അവസ്ഥ. പലരും ചിന്തിക്കുന്നത് പലതരത്തിലായിരിക്കാം. ചിലർ ചിന്തിക്കുന്നത് ആ ടൂർ ഗൈഡ് പറയുന്ന ചരിത്രമായിരിക്കാം. ചിലർ ചിന്തിക്കുന്നത് അവരുടേതായ ഉല്ലാസത്തിൻ്റെ അല്ലെങ്കിൽ വിനോദത്തിൻ്റെ ഒരു ഭാഷ്യത്തിലൂടെയായിരിക്കും അവർ അതിനെ ഏറ്റെടുത്തിട്ടുണ്ടാവുക. എന്നിരുന്നാലും എല്ലാവരും ഇവിടെ ഹാപ്പിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഷാജഹാൻ തൻ്റെ പത്നിയായ മുംതാസിനെ താജ്മഹൽ എന്നൊരു പാലസ് നിർമ്മിച്ച് സമ്മാനമായി നൽകി. എനിക്ക് എൻ്റെ പത്നിക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ആഗ്രയും താജ്മഹലും കാണാനുള്ള ഒരു അവസരമാണ്. അതിൽ ഞാൻ സന്തോഷവാനുമാണ്. ഗൈഡ് തൻ്റെ വാക്ചാതുര്യം പുറത്തെടുത്തുകൊണ്ട് ഈ നിർമ്മിതിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള പല അപചയങ്ങളെയും തകർക്കപ്പെടലിനെയും പുനർനവീകരണത്തെക്കുറിച്ചെല്ലാം വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ചിലരെല്ലാം അത് സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ അത് ഈ ചെവിലോടെ എടുത്ത് മറ്റു ചെവിലോടെ കളയുന്നുണ്ട്. ചിലർ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ അവരുടേതായ ഒരു ഭാവന ലോകത്ത് സഞ്ചരിക്കുന്നുമുണ്ട്. അത് ചില സമയത്ത് ഗൈഡിനെ അല്പം അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. എന്നാലും കുറേ പേരെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് സമരസപ്പെട്ടുകൊണ്ടായിരുന്നു യാത്ര.
1 മണിക്കൂർ കൊണ്ട് ഇത്രയും വലിയ ഒരു നിർമ്മിതി കണ്ടു തീർക്കണമെങ്കിൽ അല്പം ധൃതി വേണം എന്നതിൽ യാതൊരു സംശയമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഞാനിവിടെ ചിലവഴിച്ചിട്ടേ പോകുമായിരുന്നുള്ളൂ. അത്രമാത്രം ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണിത്. എത്രയോ ഭരണാധികാരികൾ നടന്നുപോയ ഇടനാഴികൾ, എത്രയോ നർത്തകികൾ നടന്നുപോയ ഇടനാഴികൾ, എത്രയോ രാജീയ സ്ത്രീരത്നങ്ങൾ നടന്നുപോയ ഇടനാഴികൾ, എത്രയോ മന്ത്രി പദം അലങ്കരിച്ചവർ കടന്നുപോയ ഇടനാഴികൾ, എത്രയോ തടവുപുളികൾ സഞ്ചരിച്ചു പോയ ഇടനാഴികൾ, ഇതെല്ലാം എൻ്റെ ഓർമ്മയിൽ വലിയൊരു ചരിത്രത്തിൻ്റെ ഒരു തിര തന്നെ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയൊരു സംതൃപ്തി എന്ന് പറയാനുള്ളത്. ഏകദേശം ഞങ്ങൾ കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും ഒരു തവണ ഓടിച്ചു കണ്ടു. അതിനുശേഷം ഇനി ഞങ്ങൾ പുറത്തേക്ക് കടക്കുകയാണ്. ഇനി ഭക്ഷണം കഴിക്കണം. അതിന് ശേഷമാണ് 2.5 കിലോമീറ്റർ അകലെയുള്ള താജ്മഹലിലേക്കുള്ള ഞങ്ങളുടെ യാത്ര. ഒരു കാര്യം പറയാതെ വയ്യ, ഡൽഹിയിലുള്ള റെഡ് ഫോർട്ടും ആഗ്രയിലുള്ള ഈ ആഗ്ര ഫോർട്ടും എനിക്ക് ഒരേപോലെയാണ് തോന്നിയത്. 2 ഭാഗത്തും 2 ഹോളുകളുണ്ട്. 2 സ്ഥലത്തും ഒരേ പേരിലുള്ള 2 മെയിൻ ഗേറ്റുകളുണ്ട്, ഡൽഹി ഗേറ്റും ലാഹോർ ഗേറ്റും. ഏകദേശം ഒരേ നിർമ്മിതി പോലെ തന്നെയാണ് എനിക്ക് ഇവ രണ്ടും തോന്നിയിട്ടുള്ളത്. അതിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഞാൻ എന്നൊരു വിനോദസഞ്ചാരി കാണുന്നത് ഇവ രണ്ടും ഒന്നായിട്ട് തന്നെയാണ്. അത് രണ്ടും ഒന്നായി കാണാൻ തന്നെയാണ് എൻ്റെ മനസ്സാഗ്രഹിക്കുന്നത്. പതുക്കെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പുറത്തേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകും. അതിനുശേഷം താജ്മഹൽ. ഇത്രയും നേരം എന്നോടൊത്ത് ആഗ്ര ഫോർട്ടിനിലൂടെ സഞ്ചരിച്ച നിങ്ങൾ ഓരോ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനവും നല്ല കമൻറ്റുകളും എൻ്റെ ഓരോ വീഡിയോയും കൂടുതൽ ഭംഗിയുള്ളതാക്കാനും കൂടുതൽ നന്നാക്കുവാനും എനിക്ക് പ്രേരകമാകും. അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഞാൻ എൻ്റെ ഗോപ്രോ ഫോണിൻ്റെ ബാഗ് വാങ്ങാനുള്ള ക്ലോക്ക് റൂമിലെത്തി. ഇനി ഇവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. അതുപോലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ, സീ യു അഗെയിൻ.